ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് പറഞ്ഞു കേൾക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. പക്ഷേ ഇപ്പോഴും ആ ഒരാളെ മറക്കാൻ പറ്റുന്നില്ല. വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കുറേ പേര് പറയാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളിൽ പകുതിയോളം ആളുകളും ഇത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണ്. അവർക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും അത് മറക്കാൻ പറ്റുന്നില്ല ആ ഒരാളെ എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു പേഴ്സണെ മറക്കാൻ പറ്റാത്തത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്നുള്ളത്. അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായിട്ടിൻ്റെ റീസൺ അറിയാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഇതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് എന്നുള്ള കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ്, അപ്പോൾ ഇനി എന്തായാലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കാണ് സംഭവിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി, അവരെന്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു, എന്ത് കുറവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ഒരു സംഭവം അത് രണ്ടുപേരും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരായിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചു എന്നോ, നിങ്ങൾക്ക് എന്തോ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പോയിട്ടുള്ളത് എന്നോ, അങ്ങനെയുള്ള കുറേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ളതിന് ശരിയായൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരെ മറക്കാൻ കുറച്ച് പ്രയാസമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ആ ഒരു പേഴ്സണേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ ഒരു മെമ്മറീസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് മൊമെന്റ്സ്, രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്ന ടൈം, ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, നിങ്ങളെ അവർ അത്രയും കെയർ ചെയ്തത്, നിങ്ങൾ പുറത്ത് പോയിട്ടുള്ളത്, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത്, ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു പേഴ്സൺ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി ആ ഒരാൾ വിട്ടുപോയി എന്നുള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഇനി അത്തരത്തിലുള്ള മൊമെന്റ്സ് ഇല്ലല്ലോ എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു പേഴ്സൺ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മെമ്മറീസ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ഫീല് വരും. അതായത് നമുക്ക് കൂട്ടിന് ആളുണ്ട് എന്നൊരു തോന്നൽ വരാറുണ്ട്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഇത്തരം മൊമെന്റ്സ് നമ്മൾ അവിടെയൊക്കെ നമുക്ക് എന്താ പറയുക, മിസ് ചെയ്യാണ്. വിളിക്കേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്ത് വിളിക്കാൻ പറ്റാണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊന്ന് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് പിന്നെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ മുന്നേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സൺ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള മെമ്മറീസ്, അത് നിങ്ങൾ എപ്പോഴും സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു സന്തോഷവും ഒക്കെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിലാണ്, ആ അത്തരം സിറ്റുവേഷൻസിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അറ്റാച്ച്മെന്റ് പെട്ടെന്ന് ഇല്ലാതാവുന്ന ഒന്നല്ല. ഇത് നമ്മൾ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും എടുക്കും നിങ്ങളൊന്ന് ഹീലായിട്ട് വരാനായിട്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് അതൊന്ന് ഓക്കെ ആവാൻ പറ്റില്ല. അതായത് നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് 2 ദിവസം വിളിക്കാണ്ടിരുന്നാൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ ഇനി ആ ഒരാൾ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. ബിക്കോസ് നിങ്ങൾ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കാം. പക്ഷേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറ്റാത്തത് കൊണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരാളില്ലാതെ ജീവിതം മുന്നോട്ട് പോവില്ല എന്നൊരർത്ഥമല്ല. അറ്റാച്ച്മെന്റ് പെട്ടെന്ന് ഇല്ലാണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ അവരുടെ ഓർമ്മ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്കിനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ആ ഒരാളില്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല, അവരുടെ ഓർമ്മ തന്നെ വരികയാണെന്നുള്ളത്. അതങ്ങനെയല്ല. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു അടുപ്പം, അത് നിങ്ങളിപ്പോഴും എന്താ പറയുക, നിങ്ങളിപ്പോഴും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പം എന്തായാലും അത്രയും അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ മറക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കാം. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംഭവമാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അതായത് ബ്രേക്കപ്പ് ആവുന്നത് വരെ നമ്മൾ ചിലപ്പോൾ വലിയ രീതിയിലൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചെയ്ത കുഞ്ഞൊരു തെറ്റായിരിക്കും അവിടെ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ വല്ലാണ്ട് വേട്ടയാടും. ആ റിലേഷൻഷിപ്പ് നമുക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്ന, അത്രയും നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന, സമാധാനിപ്പിച്ചിരുന്ന ഒന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് എന്തായാലും കുറ്റബോധം തോന്നും. അപ്പോൾ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത്
കുറച്ചധികം കഠിനം ആയിട്ട് നമ്മൾ പ്രയത്നിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് ആ ചിന്ത വന്നുകൊണ്ടേയിരിക്കും, ഞാൻ നഷ്ടപ്പെടുത്തിയതല്ലേ, ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചാൽ ഞാൻ കാരണമില്ലാണ്ടായിട്ടുള്ളൊരു ബന്ധമാണ്, ഒരുപക്ഷെ ഞാൻ അന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോഴാ ബന്ധം ഉണ്ടാവുമായിരുന്നു, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ഈ ഒരു ചിന്തയിൽ നിന്നും മുന്നോട്ട് കിടക്കുന്നത് കുറച്ച് പ്രയാസമാണ്. സോ ഇങ്ങനൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആ എക്സിനെ മറക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സിനേക്കാൾ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് നിങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു വേർഷനെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും, എപ്പോഴും ഹാപ്പി ആയിരിക്കും, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭയങ്കര ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ ഒരു സംഭവമൊക്കെ ഇതിൽ നിന്നും ഇല്ലാണ്ടായിട്ടുണ്ടാവും. അത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും, നിങ്ങളുടെ സന്തോഷം സമാധാനം ഒക്കെ അവിടെ ഇല്ലാണ്ടാവും. പതിയെ ഇത് ഓക്കെ ആവും, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷെ ഇപ്പം നമുക്കത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നും, ആ ബന്ധം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മളെ തന്നെ നഷ്ടമാവുന്ന എന്നൊരു തോന്നൽ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അതും ആ റിലേഷൻഷിപ്പ് നഷ്ടമായതിനു ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ, അത് മിക്കവർക്കും വരാറുണ്ട്. കുറെ പേരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമമൊക്കെ ആയിട്ട് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ അത് കുറച്ചധികം മാസങ്ങൾ എടുക്കാറുണ്ട് അവർ ഓക്കെ ആവാനായിട്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരം ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മറക്കാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ്, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. അത് ബ്രേക്കപ്പ് ആയി, ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാവില്ല. സോ നിങ്ങളെ ഓക്കെ ആക്കി എടുക്കേണ്ടത് നിങ്ങളാണെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മയുണ്ടാവും, അതിൽ നിന്ന് മൂവ് ഓൺ ആയി വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കാരണങ്ങൾ. നമുക്ക് നമ്മുടെ എക്സിനെ ഇപ്പോഴും മറക്കാൻ കഴിയാത്തതിന്റെ. അപ്പൊ നിങ്ങളുടെ മനസ്സിലും ഇപ്പോഴും നിങ്ങളുടെ എക്സിനെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളൊക്കെ വരുന്നുണ്ട്, മറക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ കാര്യമായിരിക്കാം. ഓക്കെ, അങ്ങനെ മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ലൈഫ് അവിടെ നിന്ന് പോകുന്നു എന്നൊരു ആ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റും, മൂവ് ഓൺ ആവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണ്ടവർ അതൊന്നും എടുത്ത് കാണാം. ഇനി എക്സ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അവരെ തന്നെ എനിക്ക് വേണം, അവരുമായിട്ടുള്ള ലൈഫാണ് എനിക്ക് വേണ്ടത്, അവരെങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്